ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട്, അവിടെ നമ്മുടെ ലോകം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി പോവും. പ്രണയബന്ധങ്ങൾ തകരുന്ന ആ നിമിഷം, ആ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പലരും ചോദിക്കാറുണ്ട്, ബ്രേക്കപ്പ് ജീവിതത്തിൻ്റെ അവസാനമാണോ എന്ന്. നിങ്ങളിൽ പലരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് വലിയൊരു മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, നിങ്ങൾ തനിച്ചല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കുന്ന ആ വലിയ കൊടുങ്കാറ്റ്, ആ ശൂന്യത, അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഉപദേശങ്ങൾ മാത്രമല്ല, എങ്ങനെ ഈ വേദനയിൽ നിന്ന് പുറത്തു വന്ന് വീണ്ടും ഒരു പുഞ്ചിരിയോടെ ജീവിതത്തെ വരവേൽക്കാം എന്നതിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് പ്രണയം തകരുമ്പോൾ നമ്മൾ ഇത്രയധികം വേദനിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ അസ്തിത്വം അവരുടെ കൂടെ കൂട്ടിക്കെട്ടുന്നു. ഞാൻ എന്നതിനേക്കാൾ നമ്മൾ എന്നതിന് പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ടാണ് ആ ബന്ധം തകരുമ്പോൾ ഞാൻ തകർന്നു പോയതുപോലെ തോന്നുന്നത്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളിലെ കഴിവുകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ കരിയർ, ഇതൊന്നും ആ ബന്ധം തകർന്നതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ തന്നെയാണ്. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഈ വീഡിയോയിൽ എത്തും. ഒരു മരം ഉണങ്ങിപ്പോയാൽ അതല്ല ആ വനത്തിൻ്റെ അവസാനം. അടുത്ത സീസണിൽ അവിടെ പുതിയ ഇലകൾ തളിർക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. ഈ ബ്രേക്കപ്പ് എന്നത് നിങ്ങളുടെ സിനിമയിലെ അവസാനത്തെ സീനല്ല. ഇതൊരു ചെറിയ ഇടവേള മാത്രമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന ഈ സങ്കടം, ഈ ഇരുട്ട്, ഇതൊന്നും എന്നേക്കും നിലനിൽക്കില്ല. സമയം അതിനൊരു മരുന്നാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദന നാളെ നിങ്ങളെ കൂടുതൽ കരുത്തരാക്കി മാറ്റും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. 5 മിനിറ്റ് കൊണ്ട് തീരുന്നതല്ല ഈ പ്രശ്നം. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തിരികെ പിടിക്കാൻ തീർച്ചയായും സഹായിക്കും. ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങൾ എക്സിനെ മറക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളെ തന്നെ വീണ്ടും കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് ആ യാത്ര തുടങ്ങാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാരണം ഓരോ മിനിറ്റിലും നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്താൻ പോവുകയാണ്. എന്നാൽ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ആദ്യമായി ചെയ്യേണ്ടത് നോ കോണ്ടാക്റ്റ് ആണ്. ഇത് വെറുതെ ഒരു വാക്കായിട്ട് കാണരുത്. ബ്രേക്കപ്പിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണ്? എക്സിൻ്റെ പ്രൊഫൈൽ സ്റ്റോക്ക് ചെയ്യുക, അവർ ഓൺലൈനിലാണോ എന്ന് നോക്കുക, പഴയ ചാറ്റുകൾ വായിക്കുക. ഇതൊരു അഡിക്ഷൻ പോലെയാണ്. മദ്യം നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ മദ്യം കാണാത്ത സ്ഥലത്തേക്ക് പോകുന്നത് പോലെ നിങ്ങളും ആ വ്യക്തിയുടെ സാന്നിധ്യം ഇല്ലാതാകണം. അവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അൺഫോളോ ചെയ്യുകയോ മ്യൂട്ട് ചെയ്യുകയോ ചെയ്യുക. കുറഞ്ഞത് 90 ദിവസം അവരുമായി യാതൊരുവിധ ബന്ധവും വെക്കാതിരിക്കുക. ആ സമയം നിങ്ങളുടെ മനസ്സിനെ റീസെറ്റ് ചെയ്യാൻ അത്യാവശ്യമാണ്. നമ്മൾ എക്സിനെ ഓർക്കുമ്പോൾ അവരെ ഒരു സിനിമാ താരത്തെ പോലെ പെർഫെക്റ്റായി കാണാൻ തുടങ്ങും. ഇത് തെറ്റാണ്. ഒരു നോട്ട്ബുക്ക് എടുത്ത് ആ ബന്ധത്തിലെ എല്ലാ മോശം അനുഭവങ്ങളും എഴുതുക. അവർ നിങ്ങളെ അവഗണിച്ച നിമിഷങ്ങൾ, വഴക്കുകൾ, നിങ്ങൾക്ക് കരയേണ്ടി വന്ന സന്ദർഭങ്ങൾ, ഇതെല്ലാം എഴുതുക. ആ ലിസ്റ്റ് ഇടയ്ക്കിടെ വായിക്കുക. ആ മനുഷ്യൻ വെറുമൊരു സാധാരണ മനുഷ്യൻ മാത്രമാണെന്നും അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്നും മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ബന്ധത്തിലായിരുന്നപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒരുപക്ഷെ നിങ്ങൾക്ക് പെയിന്റിംഗ് ഇഷ്ടമായിരുന്നിരിക്കും, അല്ലെങ്കിൽ യാത്രകൾ, അല്ലെങ്കിൽ വായന. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ സ്വന്തം ഇഷ്ടങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ടാവും. ആ പഴയ നിങ്ങളെ തിരികെ കൊണ്ടുവരൂ. സ്വന്തം കമ്പനി ആസ്വദിക്കാൻ പഠിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല എന്നതാണ് അർത്ഥം. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരും നിങ്ങളെ വേദനിപ്പിക്കില്ല. സങ്കടം വരുന്നത് സ്വാഭാവികമാണ്. കരയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കരയുക. പലരും പുറത്ത് ധീരനായി അഭിനയിക്കും, പക്ഷെ ഉള്ളിൽ നീറും. അത് അപകടകരമാണ്. നിങ്ങളുടെ വിഷമം ഒരു ഡയറിയിൽ എഴുതുക, അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരു സുഹൃത്തിനോട് സംസാരിക്കുക. ആ വേദനയെ ഉള്ളിൽ പൂട്ടി വയ്ക്കാതെ പുറത്തു വിടുക. ഇത് നിങ്ങളെ ബലഹീനനാക്കുന്നില്ല, മറിച്ച് കൂടുതൽ മാനസിക കരുത്ത് നൽകുന്നു. ഇനി നിങ്ങളുടെ കരിയറിലേക്കോ പഠനത്തിലേക്കോ ശ്രദ്ധ തിരിക്കുക. ഒരു 6 മാസത്തെ ടാർഗറ്റ് വെക്കുക. ഏതെങ്കിലും കോഴ്സ് പഠിക്കണോ, അല്ലെങ്കിൽ പുതിയൊരു സ്കിൽ പഠിക്കണോ, അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കണോ? ഭാവിയിലേക്ക് നോക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഭൂതകാലം തനിയെ മാഞ്ഞു പോകും. അതാണ് ജീവിതത്തിൻ്റെ നിയമം. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ബ്രേക്കപ്പിനെ എങ്ങനെ അതിജീവിക്കാം എന്നതിനെ കുറിച്ചാണ്.
പക്ഷേ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് ഒരു വലിയ സത്യം നിങ്ങളോട് പറയാനുണ്ട്. ബ്രേക്കപ്പ് എന്നത് നിങ്ങളുടെ അവസാനമല്ല, മറിച്ച് നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എന്തൊക്കെ അർഹിക്കുന്നുവെന്നും തിരിച്ചറിയാനുള്ള ഒരു വഴിത്തിരിവ് മാത്രമാണ്. പലപ്പോഴും നാം ഒരാളുമായി പ്രണയത്തിലാവുമ്പോൾ നമ്മുടെ ലോകം മുഴുവൻ അവരുടെ ചുറ്റിലുമായി മാറും. പക്ഷേ ആ ലോകം തകരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ തിരികെ കണ്ടെത്തുന്നു. ഈ വേദന, ഈ കണ്ണുനീർ, ഇതൊന്നും വെറുതെ ആവില്ല. ഇതൊരു പ്രക്രിയയാണ്. അതായത് ഒരു പുഴു പൂമ്പാറ്റയായി മാറാനെടുക്കുന്ന സമയം പോലെ നിങ്ങളും ഇപ്പോൾ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ മറ്റാരുടെയും സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു ശൂന്യതയും നിങ്ങളെ തളർത്തില്ല. നിങ്ങളുടെ ചിരി, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ വിജയം, ഇതെല്ലാം മറ്റൊരാളുടെ സാന്നിധ്യത്തെ ആശ്രയിച്ചുള്ളതാവരുത്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കഠിനമായ വേദന നാളെ നിങ്ങൾക്ക് വലിയൊരു തിരിച്ചറിവ് നൽകും. നിങ്ങൾ അതിജീവിക്കും, തീർച്ചയായും അതിജീവിക്കും. കാരണം ജീവിതം അതിമനോഹരമാണ്. നിങ്ങൾ അർഹിക്കുന്ന സന്തോഷം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകിയെങ്കിൽ ഈ വീഡിയോ മറ്റൊരു സുഹൃത്തിന് കൂടി ഷെയർ ചെയ്യുക. ആരെങ്കിലും ഈ സങ്കടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്കിതൊരു വലിയ സഹായമായിരിക്കും. നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ അവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണോ നേരിടുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാം വായിക്കാറുണ്ട്. നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പരസ്പരം സഹായിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എൻ്റെ സന്തോഷത്തിന് ഞാൻ മാത്രം മതിയെന്ന്. സന്തോഷമായിരിക്കുക, ധൈര്യമായിരിക്കുക. താങ്ക് യു.